നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലി രാമൻ കഥയാണ്. തെന്നാലി രാമൻ കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾക്ക് എപ്പോഴും കഥകൾ വലിയ ഇഷ്ടമാണ്. ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ്. ആ കഥ കേട്ടുകൊള്ളുക. നേരം പാതിരാത്രി കഴിഞ്ഞിരിക്കുകയാണ്. തെന്നാലി രാമനും ഭാര്യയും ഉറങ്ങുകയാണ്. ചില ശബ്ദങ്ങൾ കേട്ട് തെന്നാലി രാമനും ഭാര്യയും ഉണർന്നു. രാമൻ ചെവി കൂർപ്പിച്ച് ആ വെളിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ രാമന് മനസ്സിലായി ആ ശബ്ദങ്ങൾ പുറത്തു നിൽക്കുന്ന കള്ളന്മാരുടേതാണ്. അവർ രാമൻ്റെ വീട്ടിൽ മോഷണത്തിന് വന്നിരിക്കുന്നവരാണ്. കള്ളന്മാരെ പറ്റിക്കുക തന്നെ, അതായി രാമൻ്റെ ചിന്ത. അപ്പോൾ രാമൻ ഒരു തീരുമാനമെടുത്തു. രാമൻ ഏറ്റവും പതുങ്ങിയ സ്വരത്തിൽ ഭാര്യയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. അതിനുശേഷം സ്വരം ഉയർത്തി സംസാരിച്ചു. സ്വരം ഉയർത്തി സംസാരിച്ചെന്തിനാണ്? കള്ളന്മാർ കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ പറയുന്ന ഇതാണ്: കേട്ടോ, ഈയിടെയായി കള്ളന്മാരുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ പണവും ആഭരണങ്ങളും അവർ കൊണ്ടുപോയാലോ? അതോടെ നാം നശിക്കും. അതുണ്ടാവാതിരിക്കാൻ ഒരു കാര്യം ചെയ്യാം. അവയെല്ലാം പെട്ടിയിലാക്കി നമ്മുടെ കിണറ്റിൽ കൊണ്ട് ഇട്ടുകളയാം. വേണ്ടപ്പോൾ കിണറ്റിലെ വെള്ളം വറ്റിച്ച് ആ സമ്പാദ്യം നമുക്ക് എടുക്കുകയും ചെയ്യാം. എണീക്ക്, ഇപ്പോൾ തന്നെ നമുക്ക് ജോലി തീർക്കണം. വളരെ ഉച്ചത്തിൽ തെന്നാലി രാമൻ ഇത് ഭാര്യയോട് പറഞ്ഞു. ഇത് ശബ്ദം താഴ്ത്തി പറയുന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ നല്ല ശബ്ദത്തിൽ പുറത്തു നിൽക്കുന്ന കള്ളന്മാർക്ക് കേൾക്കത്തക്ക രീതിയിലാണ് തെന്നാലി രാമൻ ഇത് പറഞ്ഞത്. ഇത്രയും രാമൻ ഭാര്യയോട് ഏതു രീതിയിൽ പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലായി. രഹസ്യം പറയുന്ന മാതിരി, എന്നാൽ അതേസമയം കള്ളന്മാർക്ക് കേൾക്കത്തക്ക ഉച്ചത്തിൽ. എല്ലാം സശ്രദ്ധം കേൾക്കുകയാണ് വെളിയിൽ നിൽക്കുന്ന കള്ളന്മാർ. ഓഹോ, ഇവർ സമ്പാദ്യമൊക്കെ കിണറ്റിലിടാൻ പോവുകയാണല്ലോ, നമുക്കത് ഏറ്റവും എളുപ്പമായി. അതായിരുന്നു കള്ളന്മാർ അവരുടെ വിചാരം. രാമനും ഭാര്യയും കൂടി ജോലി തുടങ്ങി. അവർ കുറേ കല്ലുകൾ എടുത്ത് ഒരു പെട്ടിയിലടച്ചു. പെട്ടി താങ്ങിയെടുത്ത് മുറിക്ക് പുറത്തിറങ്ങി. കിണറ്റിൻ്റെ കരയിലേക്ക് തെന്നാലി രാമനും ഭാര്യയും ഈ പെട്ടിയും താങ്ങി അവിടെ വന്നു. വലിയ ഭാരമുള്ളതുപോലെ അവർ അത് അഭിനയിച്ചു. പെട്ടി കിണറ്റിനുള്ളിലേക്ക് തള്ളി. വലിയ ശബ്ദത്തിൽ കിണറ്റിലെ വെള്ളത്തിൽ ആ പെട്ടി വന്നു വീണു. എന്നിട്ട് രാമനും ഭാര്യയും വീട്ടിലേക്ക് വന്നു. അവർ കിടപ്പുമായി. ഉറങ്ങി എന്ന മട്ടിലാണ് അവരുടെ നാട്യം. വാസ്തവത്തിൽ അവർ ഉണർന്നു കിടക്കുകയായിരുന്നു. കള്ളന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. കള്ളന്മാർ പതുക്കെ തൊട്ടിയും കയറും എടുത്ത് ഒച്ചയുണ്ടാക്കാതെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തുടങ്ങി. വെള്ളം വറ്റിച്ചാലല്ലേ പെട്ടിയെടുക്കാനൊക്കൂ. മണിക്കൂറുകൾ പലത് കഴിഞ്ഞു. അപ്പോഴേക്കും അവർ പെട്ടിയെടുത്തു. പെട്ടി തല്ലിപ്പൊളിച്ചപ്പോൾ അവർ കണ്ടത് വലിയ കല്ലുകൾ. ഇത് കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അപ്പോൾ രാമൻ വിളിച്ചു പറഞ്ഞു: ഹേ കള്ളന്മാരെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തിരിക്കുന്നു. ഈ വേനലിൽ എൻ്റെ തോട്ടത്തിലെ ചെടികൾ ഉണങ്ങാറായി നിൽക്കുകയായിരുന്നു. നിങ്ങൾ കാരണം ചെടിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടി. അതിലെനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. തെന്നാലി രാമൻ്റെ ഈ ഉപകാരത്തിനുള്ള, കള്ളന്മാരുടെ ഉപകാരത്തിനുള്ള നന്ദി കേട്ടപ്പോൾ കള്ളന്മാർ ഒരൊറ്റ ഓട്ടം അവിടെ നിന്ന് കൊടുത്തു. അങ്ങനെ എളിഫരായി ആ കള്ളന്മാർക്ക് തെന്നാലി രാമൻ്റെ വീടിൻ്റെ പറമ്പിൽ നിന്നും പോകേണ്ടതായി വന്നു. ഇത് തെന്നാലി രാമൻ്റെ ഒരു കുസൃതിയാണ്. ഈ കഥ ഇത്ര മാത്രം. കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. നന്ദി, നമസ്കാരം.